ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. കോട്ടയത്ത് ഇരട്ട കൊലപാതകം. അമിത് ഒറാങ് എന്ന് പറയുന്ന വ്യക്തി പ്രതിയായി പോലീസിൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയതോടുകൂടി ആ കേസ് അതിൻ്റെ വഴിക്ക് ക്ലോസ് ചെയ്യപ്പെട്ടു എന്ന തരത്തിലാണ് നമുക്കെല്ലാം ഇപ്പോൾ കാണേണ്ടി വരുന്നത്. എന്നാൽ ഈ കേസ് പൊതുജനങ്ങൾ വിചാരണക്കേറ്റെടുത്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന എപ്പിസോഡുകൾക്ക് താഴെ നിരവധി ആളുകളാണ് ഇത് ഒരു കൊലപാതകം തന്നെയാണ്, പക്ഷേ കൊലപ്പെടുത്തിയത് അമിത് ഒറാങ് ഒറ്റയ്ക്കല്ല, അയാളുടെ പിന്നിൽ പല ആളുകളുമുണ്ടെന്നും ഇയാൾ ഒരു വാടക കൊലയാളി മാത്രമാണെന്നും ഈ വിജയകുമാറിൻ്റെ മകൻ ഗൗതം വിജയകുമാർ കൊല്ലപ്പെട്ടത് ഇതേ ശത്രുക്കളുടെ കൈകൊണ്ടാണെന്നും ആ കൊലപാതകവും ഇപ്പോൾ നടന്ന വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകവും തമ്മിൽ ബന്ധമുണ്ടെന്നും നിരവധി ആളുകൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളുടെ ശൃംഖലകളൊക്കെ തന്നെ അത് ശരിവെക്കുന്നുണ്ട് താനും. ഇന്ന് ഈ എപ്പിസോഡിൽ ശ്രീ വിജയകുമാറിൻ്റെ വീട്ടിലെ 3 കാറുകൾ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ആ വീടിൻ്റെ വിശാലമായ കോമ്പൗണ്ടിൽ ഓപ്പണായി തന്നെയാണ് ഈ 3 കാറുകളും ഇട്ടിരിക്കുന്നത്. കാർ ഷെഡ് ഇല്ല എന്നുള്ളതും അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഈ 3 കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. തുടർന്ന് ശരിക്കും ഗൗതം വിജയകുമാർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യം നോക്കുക, ഇവിടെ കിടക്കുന്നതിൽ ഏറ്റവും അവസാനമായി കിടക്കുന്നതാണ് മാരുതി AP 6465 K105 എന്ന കാറ്. ഈ കാറിലാണ് ഗൗതം വിജയകുമാർ കൊല്ലപ്പെടുന്ന ദിവസം പോകുന്നതും ആ കാറിൽ വിജയകുമാറിൻ്റെ മകനായ ഗൗതം വിജയകുമാറിൻ്റെ രക്തം ഈ ഫ്രണ്ട് സീറ്റിലും ബാക്ക് സീറ്റിലുമായി കാണപ്പെട്ടതും പിന്നീട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് അരികിൽ നിന്ന് കിട്ടുകയും ചെയ്തത്. ഈ മാരുതി AP 6465 K105 എന്ന് പറയുന്ന ഈ കാറ് ആണ് ഈ ഗൗതം ഉപയോഗിച്ചിരുന്ന കാറ്. മാരുതി ബ്രീസ് എന്ന് പറയുന്ന 12 ലക്ഷത്തിൻ്റെ കാറാണ്. മറ്റൊരു കാറ് ഫോർഡ് എൻഡവർ 55 ലക്ഷം രൂപയുടെ കാറാണ്. BMW X3 അത് 65 ലക്ഷം രൂപയുടെ കാറാണ്. ഇങ്ങനെ 3 കാറുകളാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ ഉള്ളത്. അതിൻ്റെ മൊത്തം വില നോക്കുകയാണെങ്കിൽ 1,32 ലക്ഷം രൂപയുടെ കാറുകൾ തന്നെ ശ്രീ വിജയകുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട്. ഗൗതം വിജയകുമാർ, അതായത് വിജയകുമാറിൻ്റെ മകൻ, അന്ന് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് കലാശിച്ചതായ സമയത്ത് ഉപയോഗിച്ചിരുന്നത് മാരുതി AP 6465 K105 എന്ന കാറായിരുന്നു. ആ കാറ് മാരുതി ബ്രീസ് 12 ലക്ഷത്തിൻ്റെ വിലയുള്ള കാറുമാണ്. ഇനി നമുക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഗൗതം വിജയകുമാർ മരണപ്പെട്ടതുമായി വന്നിട്ടുള്ള ചില വിഷയങ്ങൾ നോക്കാം. ഈ കോട്ടയത്തെ പ്രമുഖ വ്യവസായിയായ TK വിജയകുമാറും അദ്ദേഹത്തിൻ്റെ ഭാര്യ മീരയും വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് തുടർന്നാണ് ഈ മകൻ ഗൗതമിൻ്റെ മരണം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാൻ പലരും തയ്യാറാകുന്നത്. ഗൗതം വിജയകുമാറിൻ്റെ മരണത്തിൽ CBI എൻക്വയറിക്ക് വേണ്ടിയാണ് ശ്രീ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് നേടുകയും ചെയ്തത്. ശ്രീ T ആസഫ് അലി മുൻ പ്രോസിക്യൂട്ടർ ജനറൽ ആയിരുന്നു വിജയകുമാറിന് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ച് അനുകൂല ഉത്തരവ് നേടിയത്. 2017 ജൂണിൽ കോട്ടയത്തെ ഒറ്റക്കമ്പിൽ മാവ് റെയിൽവേ ഗേറ്റിലെ റെയിൽവേ ക്രോസിനടുത്തുള്ള റെയിൽവേ ട്രാക്കിന് സമീപമാണ് ഈ
ഗൗതം വിജയകുമാറിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാണ് എന്ന് പോലീസ് ആദ്യമേ തന്നെ വിധി എഴുതി. പക്ഷേ തൻ്റെ മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് വിജയകുമാറിന് ഉറപ്പുണ്ടായിരുന്നു. അതിന് വേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതിയിൽ വരെ എത്തിയത്. 8 വർഷത്തിന് ശേഷം ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. വിജയകുമാറിൻ്റെ ഒരു വലിയ നിയമ പോരാട്ടം അതോടുകൂടി ഫലം കണ്ടു എന്ന് പറയാം. ഈ ചൊവ്വാഴ്ച, അതായത് ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കാണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ആണ്. ആഴത്തിലുള്ള മുറിവുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ മുഖം വികൃതമായി പോയി എന്നുള്ളത് തെറ്റായ വാർത്തയായിരുന്നു. ആവർത്തിച്ച് തലയിൽ വെട്ടേറ്റിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത്. പക്ഷേ അതുകൊണ്ട് മുഖം വികൃതമാകുന്ന തരത്തിലേക്ക് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ ബിസിനസ് നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ഗൗതം. 28 വയസ്സ് മാത്രമേ ഉള്ളൂ. 2017 ജൂൺ 2 വൈകുന്നേരം കോട്ടയത്തെ പുളിമൂട്ട് ജംഗ്ഷനിൽ കട നടത്തുന്ന തൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് ഈ നേരത്തെ പറഞ്ഞ മാരുതി കാറിൽ ഈ ഗൗതം വിജയകുമാർ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. ഗൗതം തിരികെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നു. ഈ അമ്മയ്ക്ക് പുറത്തു നിന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ട് വരണമോ എന്നും ചോദിച്ചിരുന്നു. പക്ഷേ മകൻ പാതിരാവായിട്ടും വരാത്തതിനെ തുടർന്നാണ് പിറ്റേന്ന് അച്ഛൻ വിജയകുമാർ പോലീസിലേക്ക് ഈ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ആദ്യം ഒരു മിസ്സിംഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് രാത്രി തന്നെ. പക്ഷേ പിറ്റേന്ന് രാവിലെയാണ് ഈ റെയിൽവേ ക്രോസിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. റെയിൽവേ ക്രോസിങ്ങിൽ നിന്ന് ഏകദേശം 240 മീറ്റർ അകലെയാണ് കാർ പാർക്ക് ചെയ്തിരുന്നത്. കാറിൻ്റെ മുൻ സീറ്റിലും പിൻസീറ്റിലും രക്തമുണ്ടായിരുന്നു. പലരും കാണിച്ചതുപോലെ രക്തക്കറയല്ല, ശരിക്കും രക്തം തന്നെയാണ് അതിൽ ഉണ്ടായിരുന്നത്. പിൻ സീറ്റിൽ നിന്നാണ് പോലീസ് ഒരു കത്തി ബ്ലേഡ് കണ്ടെടുക്കുകയും ചെയ്തത്. കഴുത്തിലും നെഞ്ചിലുമേറ്റ മുറിവുകളാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പോലീസ് അസ്വാഭാവിക മരണം ആയി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യ ആണെന്നാണ് അവർ റിപ്പോർട്ട് സമർപ്പിച്ചത്. മുറിവുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്നും ഓടുന്ന ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നുമായിരുന്നു റിപ്പോർട്ട്. വിജയകുമാറിന് വേണ്ടി മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആസഫ് അലി ഹൈക്കോടതിയെ ഈ പറഞ്ഞ പല നിഗമനങ്ങളെയും തെറ്റാണെന്ന് സ്ഥാപിച്ചുകൊണ്ടുള്ള വാദഗതികളാണ് സമർപ്പിച്ചത്. ലോക്കൽ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്നും ആ അന്വേഷണങ്ങളിൽ തൃപ്തി ഇല്ല എന്നും ഇത് ശരിക്കും ഒരു സൂയിസൈഡ് അല്ല, മറിച്ച് ഹോമിസൈഡ് ആണെന്നും തന്നെ ഈ ആസഫ് അലി വാദിക്കുകയും ചെയ്തു. 2023 കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ക്രൈംസ് ADGPയോട് കൂടുതൽ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത്. കേസ് കൊലപാതകമാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സമഗ്രവും സംശയാതീതവുമായ അന്വേഷണം വേണമെന്നും അതിന് കൂടുതൽ സമയം വേണമെന്നാണ് ADGPയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് കോടതി അടിവരയിട്ട് ശ്രദ്ധിക്കുകയാണുണ്ടായത്. അപ്പോൾ അസ്വാഭാവിക മരണം നടന്നു എന്നുള്ളതും കൂടുതൽ അന്വേഷണത്തിന് സാധ്യത വേണം എന്നുള്ള നിഗമനം കോടതി ഗൗരവമായി തന്നെ എടുക്കുകയും തുടർന്ന് CBI അന്വേഷണത്തിന് ഉത്തരവിടുകയുമാണ് ചെയ്തത്. ശരിക്കും ഈ കേസ് അന്വേഷിച്ചവർ കൊലപാതക സാധ്യത ഒഴിവാക്കാൻ സാധ്യമായ എല്ലാം പരിശോധിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ഗൗതം തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വളരെ ഉത്കണ്ഠ ഉണ്ടായിരുന്നു എന്നും
അദ്ദേഹം വിഷാദത്തിലായിരുന്നു എന്നുമാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ഗൗതമത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറും 28 വയസ്സുള്ള ആരോഗ്യവാനായ ചെറുപ്പക്കാരനാണ്. ഈ മാതാപിതാക്കൾ പറയുന്നത് ഒരു കാരണവശാലും ഗൗതം തൻ്റെ ആരോഗ്യസ്ഥിതിയുടെ കാരണത്താൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ഓടുന്ന തീവണ്ടിയിൽ ഇടിച്ച് അതിൻ്റെ ആഘാതത്തിൽ ഗുരുതരമായ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. കഴുത്തിൽ മുറിവുകൾ സ്വയം ഏൽപ്പിച്ചതാണെന്നും രക്തം വാർന്നൊഴുകി ബോധരഹിതനാകാൻ തക്ക ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിരുന്നു എന്നും കഴുത്ത് മുറിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും പിന്നീട് ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ ഓടുന്ന ട്രെയിനിൻ്റെ അടുക്കലേക്ക് എത്തി അവിടെ ട്രെയിൻ ഇടിച്ച് മരണപ്പെട്ടു എന്നുമായിരുന്നു പോലീസിൻ്റെ നിഗമനം. ഇങ്ങനെ ഈ ഗൗതം അങ്ങനെ വന്ന് ട്രെയിനിലേക്ക് വീഴേണ്ട സാഹചര്യങ്ങളും തുടർന്ന് ശരീരത്തിലുണ്ടായ പരിക്കുകളും ഒക്കെ പരിശോധിച്ചെങ്കിലും അതിൽ ശരിയായ വാസ്തവം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ CBI എൻക്വയറിക്ക് വേണ്ടി തന്നെ ഉത്തരവിട്ടത്. ഈ ഗൗതമിൻ്റെ മരണം നടത്തിയത് ബാംഗ്ലൂർ ബേസായ ഒരു ഗ്രൂപ്പാണെന്ന് വിജയകുമാർ തൻ്റെ സുഹൃത്തുക്കളോട് പലപ്പോഴും പറഞ്ഞതായി അത്തരം സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവിടെ പോലീസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഗൗതം ഈ മിസ്സിംഗ് ആയതിനെ തുടർന്നോ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചതിന് ശേഷമോ ഒരിക്കലും വിജയകുമാർ ശത്രുക്കൾ ആരാണ് എന്നുള്ള കാര്യം പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മകനെ കൊല്ലാൻ ഇടയായിട്ടുള്ളത് ഏതെങ്കിലും ശത്രുക്കളാണെങ്കിൽ ആ ശത്രുക്കളെ കുറിച്ചിട്ടുള്ള വിവരം മാതാപിതാക്കൾ പോലീസിനോട് പറയണമായിരുന്നു. അത് പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. FIR പരിശോധിച്ചാലും സംശയിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പേര് പറയുമ്പോൾ പോലീസ് ആ ഭാഗം FIRൽ എഴുതാറുണ്ട്. പക്ഷേ ആ ഭാഗം ബ്ലാങ്കായി കിടക്കുകയാണ്. അത് പറഞ്ഞിട്ടില്ല. പിന്നീടും വിജയകുമാർ സ്വകാര്യ വ്യക്തികളോട്, സുഹൃത്തുക്കളോട് ഇത് പറഞ്ഞു എന്നുള്ളതല്ലാതെ CBI എൻക്വയറിയുടെ ഉത്തരവ് കോടതിയിൽ നിന്ന് കിട്ടിയതിന് ശേഷം ആ ഉത്തരവുമായി കോട്ടയം SP കാണാൻ പോയപ്പോഴും ഈ ശത്രുക്കൾ ആരാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു. ഒരു പക്ഷേ ആ ശത്രുവിൻ്റെ പേര് CBIയോട് വെളിപ്പെടുത്താനായിരുന്നു വിജയകുമാർ ആഗ്രഹിച്ചിരുന്നത് എന്ന് വ്യക്തം. മറ്റാരോടും പറയാതെ, ഔദ്യോഗികമായി ആരോടും ആ പേര് വെളിപ്പെടുത്താതെ CBI അന്വേഷണ ഉദ്യോഗസ്ഥരോട് മാത്രം ആ വിവരം വെളിപ്പെടുത്തണം എന്ന് വിജയകുമാർ ആഗ്രഹിച്ചിരുന്നു. ഒരു പക്ഷേ അത് ഉണ്ടാകും എന്ന് സംശയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ, സുഹൃത്തുക്കളെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ, ശത്രുപക്ഷത്ത് നിൽക്കുന്ന വ്യക്തികൾ, അതായത് ഗൗതം വിജയകുമാറിനെ കൊലപ്പെടുത്തിയ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ആ വിവരങ്ങളൊന്നും പുറത്തു വരാതിരിക്കണം എങ്കിൽ ഈ സംശയം പറയാൻ കഴിയുന്ന ഏക വ്യക്തി വിജയകുമാറാണെന്നിരിക്കെ അദ്ദേഹത്തിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ശത്രുപക്ഷത്തിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് അവർ ശരിക്കു പറഞ്ഞാൽ ഈ പുതിയ അസം സ്വദേശിയെ നിയോഗിച്ചുകൊണ്ട് ഈ മർഡർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഉറപ്പാണ് ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ലോബി ഉണ്ട്. അവരുടെ നീക്കങ്ങളുടെ റിസൾട്ടാണ് ഗൗതം വിജയകുമാറിൻ്റെയും പിന്നീട് വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും കൊലപാതകങ്ങൾ ഒക്കെ തന്നെ. ഈ പരമ്പര ആസൂത്രണം ചെയ്യുന്നതിൻ്റെ പിന്നിൽ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഏതോ വ്യക്തികൾ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അത് വൈരാഗ്യം കൊണ്ട് വിജയകുമാറിൻ്റെ കുടുംബത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്താണോ അതോ വിജയകുമാറോ മകനോ നടത്തിയിട്ടുള്ള ഏതെങ്കിലും സാമ്പത്തിക നീക്കങ്ങൾ, എന്തെങ്കിലും ഡീലുകൾ ഇവരുടെ മരണത്തോടുകൂടി അവസാനിക്കുമെന്നും
അതിൻ്റെ നേട്ടം ഇവരെ കൊലപ്പെടുത്തുന്നവർക്ക് കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ എന്നാണ് വ്യക്തമാക്കാനുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ ശക്തമായ ഒരു അന്വേഷണം വീണ്ടും വരുന്നില്ല. അമിത് ഒറാങ്ങിനെ കിട്ടിയതോടുകൂടി പോലീസ് എല്ലാ അന്വേഷണവും അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കരുതേണ്ടതുള്ളത്. അമിത് ഒറാങ്ങുമായി ബന്ധപ്പെട്ട ഈ കൊലപാതകത്തിൽ ഇനിയും സംശയമുള്ള നിരവധി പോയിന്റുകൾ ഉണ്ട് താനും. ആ പോയിന്റുകൾ ഒക്കെ തന്നെ നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഇതിലെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മുൻപ് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ആ വാതിൽ തുറന്നു എന്ന് പറയുന്ന വിഷയം തന്നെ പ്രധാനമായും പുനരന്വേഷണത്തിന് വിധേയമാക്കാനുള്ളതാണ്. അമിത് ഒറാങ്ങിൻ്റെ നീക്കങ്ങൾ വളരെ കാലം മുമ്പേ ആരംഭിച്ചതും ആണ്. ഈ വിജയകുമാറിൻ്റെ കുടുംബത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് അമിത് ഒറാങ്. അമിത് ഒറാങ് ഒറ്റയ്ക്ക് വെറും വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ക്രൂരമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്താനുള്ള ശാരീരികമോ മാനസികമോ ആയ ബലം ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം കൊലപാതകം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും വളരെ കരുതലോടുകൂടി ചെയ്യും, അല്ലെങ്കിൽ ചെയ്യണം എന്ന് ഉള്ള പലതും അമിത് ഒറാങ് ചെയ്തിട്ടില്ല. വളരെ നിസ്സംഗതയോടുകൂടി ലാഘവത്വത്തോടുകൂടി അമിത് ഒറാങ് ചെയ്ത പ്രവൃത്തിയാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കുക, എന്നെ അറസ്റ്റ് ചെയ്യുക, എന്നെ പ്രതിയാക്കുക, ഇത് അമിത് ഒറാങ്ങിൻ്റെ ആവശ്യമായിരുന്നു. കാരണം അമിത് ഒറാങ്ങിനെ നിയോഗിച്ച വ്യക്തികളും ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. വരും കാലങ്ങളിൽ വിജയകുമാറിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ CBI എൻക്വയറിയോടുകൂടി പുറത്തു വരുമോ എന്ന് നമ്മൾ ഇനി കണ്ടറിഞ്ഞാൽ മതിയാകും.